നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതികൾ കൂട്ടത്തോടെ കോടതിയിലേക്ക്. മുൻകൂർ ജാമ്യം തേടാൻ നീക്കം. പുതിയ ഡാം ആവശ്യമില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതികരിച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ. വയനാട് ഉരുൾപൊട്ടൽ മരിച്ച 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. വനിതാ ഡോക്ടറുടെ കൊലപാതകം. വിവാദ പരാമർശവുമായി മമതാ ബാനർജി. യുക്രൈൻ ഡ്രോൺ ആക്രമണം. റഷ്യയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ തീ പടർന്നു. വാർത്തകൾ വിശദമായി. നടിമാരുടെ പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ പ്രതികൾ കൂട്ടത്തോടെ കോടതിയിലേക്ക്. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ പ്രതികളായ മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവരും ബംഗാളി നടിയുടെ പരാതിയിൽ പ്രതിയായ രഞ്ജിത്തും കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ്. മുൻകൂർ ജാമ്യം തേടാനാണ് പ്രതികളുടെ തീരുമാനം. കേസിൽ തുടർ നടപടി എന്താകണമെന്നതിൽ പ്രതികൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. കേസ് റദ്ദാക്കാൻ ഹർജി ഫയൽ ചെയ്യുന്നതും മുകേഷ് ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. കേസ് റദ്ദാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് അഭിഭാഷകർ അറിയിച്ച സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയും നൽകുന്നത്. ആരോപണം നേരിടുന്നവരും നിയമസഹായം തേടി. മരട് സ്വദേശിയായ നടിയുടെ പരാതിയിൽ 7 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. 7 പേർക്കെതിരെയും പീഡന പരാതി ഉന്നയിച്ച നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അടുത്ത ദിവസം കോടതിയിൽ ഇതിനായി അപേക്ഷ നൽകും. നിലവിൽ 7 പേർക്കെതിരെയും വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തത്. ഇതെല്ലാം ഒരൊറ്റ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് ആലോചന. ബംഗാളി നടിയുടെ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയത്. നടൻ സിദ്ദിഖിനെതിരെ യുവനടിയുടെ പരാതിയിലാണ് ബലാത്സംഗത്തിന് കേസെടുത്തത്. യുവനടിയിൽ മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക സംഘം കോടതി വഴിയും രഹസ്യമൊഴിയെടുക്കും. 2016 മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിലാണ് കേസ്. നീള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിനെ വന്നപ്പോഴാണ് സിദ്ദിഖിനെ കണ്ടതെന്നും ഇതിനുശേഷം സിനിമ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് നടിയുടെ മൊഴി. അതേസമയം നടിയുടെ ലൈംഗിക പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം കനത്തിട്ടും മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന തീരുമാനത്തിൽ CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലവിൽ MLA സ്ഥാനത്തുനിന്ന് രാജിവേണ്ടെന്നാണ് നിലപാട്. കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് പരിശോധിക്കും. അതേസമയം നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും. തൽക്കാലം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റാനാണ് തീരുമാനം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സർക്കാരിന് വിമർശനവുമായി ഹൈക്കോടതി. വിവാദ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. മൊഴികളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ പേരുകളിലുള്ള ചിലരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും ഇവരെ ചോദ്യം ചെയ്യണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർജിക്കാരനായ MSF നേതാവിന്റെ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു. ജസ്റ്റിസ് ബെച്ചു കുര്യനാണ് കാഫിർ കേസ് പരിഗണിച്ചത്. ഹർജിക്കാരൻ നൽകിയ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു. പലരുടെയും മൊബൈൽ ഫോണുകൾ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും സർക്കാർ മറുപടി നൽകി. ഇതിന്റെ ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. അന്വേഷണത്തെക്കുറിച്ച് കോടതി നിരീക്ഷണങ്ങൾ നടത്തിയാൽ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. അന്വേഷണം മികച്ച രീതിയിൽ പോകുന്നുവെന്നും സർക്കാർ മറുപടി നൽകി. വ്യാജരേഖ ചമയ്ക്കൽ വകുപ്പ് ചേർക്കണം എന്നുള്ള ഹർജിക്കാരന്റെ വാദം പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയ കോടതി ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമാണെന്നും പറഞ്ഞു. കേസ് വീണ്ടും സെപ്റ്റംബർ 6 മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുതലേന്ന് മുഹമ്മദ് ഖാസിമിന്റെ പേരിലുള്ള വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് ഇടത് സൈബർ വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കുറ്റാരോപിതനായ റിബേഷിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് DYFI കൈക്കൊണ്ടത്. റിബേഷിന്റെ ഉദ്ദേശശുദ്ധി തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് DYFI ജില്ലാ സെക്രട്ടറി PC ഷൈജു പറഞ്ഞു. വടകരയിൽ DYFI സംഘടിപ്പിച്ച നുണപ്രചാരണങ്ങൾക്കെതിരെ ബഹുജന പോരാട്ടം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഷൈജു. സ്ക്രീൻഷോട്ട് റിബേഷ് ഫോർവേഡ് ചെയ്തത് വർഗീയ പ്രചാരണം നടക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്ന് ഷൈജു പറഞ്ഞു. റിബേഷ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാവ് എന്ന നിലയിൽ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് റിബേഷ് ചെയ്തത്. സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചത് റിബേഷ് അല്ല. അതുകൊണ്ടാണ് പറക്കൽ അബ്ദുള്ളയ്ക്കെതിരെ നിയമ നടപടിക്ക് ഇറങ്ങിയത്. റിബേഷിനെ DYFI പൂർണ്ണ പിന്തുണ നൽകും. ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിക്കട്ടെ. റിബേഷിനെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാനും DYFI തയ്യാറാണ്.
ശക്തമായ അന്വേഷണം നടന്നാൽ ഇതിനെല്ലാം പിന്നിൽ വ്യാജ പ്രസിഡന്റുമാരാണെന്ന് തെളിയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതിന് ബദൽ നിർദ്ദേശവുമായി മെട്രോമാൻ ഇ ശ്രീധരൻ. റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണലും വെള്ളം ശേഖരിക്കാൻ ചെറിയ ഡാമുകളും നിർമ്മിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണിക്ക് പരിഹാരവും എന്ന വിഷയത്തിൽ കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന നിലയിലുള്ള ബദൽ നിർദ്ദേശമാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പുതിയ ഡാമിന് പകരം തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കുന്നതിനെ ടണൽ നിർമ്മിച്ചാൽ ആശങ്ക പരിഹരിക്കാനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ടണൽ നിർമ്മിച്ചാൽ കുറഞ്ഞത് 50 വർഷത്തേക്ക് മുല്ലപ്പെരിയാർ ഭീഷണി ഉണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതിയുടെ 2014 വിധിയിൽ തടയണ നിർമ്മിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ടെന്നും ഇ ശ്രീധരൻ പറഞ്ഞത് പ്രായോഗികമാണോ എന്ന് പരിശോധിക്കണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു. അന്ത്യശ്വാസം വലിക്കുന്ന ഡാം ശക്തിപ്പെടുത്താൻ പറ്റില്ലെന്നും ഇ ശ്രീധരനും റസൽ ജോയിയും ചെയ്യുന്നത് വഞ്ചനയാണെന്നും ഫാദർ ജോയ് നെരപ്പൽ വിമർശിച്ചു. വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച വ്യാപക ചർച്ചകൾ നടക്കുകയും ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. ലോക്സഭയിലടക്കം കേരളത്തിലെ എംപിമാർ പുതിയ ഡാം വേണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു. പിന്നാലെയാണ് ശ്രീധരൻ അഭിപ്രായം വ്യക്തമാക്കിയത്. 4 കിലോമീറ്റർ നീളത്തിലും 6 മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കാമെന്ന് ശ്രീധരൻ അറിയിച്ചു. ഡാം നിർമ്മാണം ചെലവേറിയതാണ്. ജലനിരപ്പ് 100 അടിയിൽ നിജപ്പെടുത്തണം. ഈ നിർദ്ദേശം തമിഴ്നാടും കേന്ദ്രവും ഉടൻ അംഗീകരിക്കും. സുപ്രീം കോടതിക്കും വിഷയത്തിൽ എതിർപ്പുണ്ടാകില്ലെന്നും ഇ ശ്രീധരൻ കൂട്ടിച്ചേർത്തു. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പ് നാളെ വിഴിഞ്ഞത്തെത്തും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടക്കുന്ന ട്രയൽ റണ്ണിന്റെ ഭാഗമായാണ് കപ്പലെത്തുന്നത്. ഡെയ്ല കപ്പലാണ് നാളെ വിഴിഞ്ഞത്തെത്തുക. ഡെയ്ല കപ്പലിന് 366 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമുണ്ട്. വാഹകശേഷി 13,988. മൗറീഷ്യസിൽ നിന്നും മുംബൈ തുറമുഖം വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്ത് എത്തുന്നത്. വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ തിരികെ കൊണ്ടുപോകാൻ MSCയുടെ ഫീഡർ അടുത്ത ആഴ്ചയെത്തും. ട്രയൽ റണ്ണിന്റെ ഭാഗമായി 3 കപ്പലുകൾ നേരത്തെ വിഴിഞ്ഞത്ത് എത്തിയിരുന്നു. അടുത്ത 2 മാസത്തിനുള്ളിൽ 10 കപ്പലുകൾ എത്തുമെന്നാണ് റിപ്പോർട്ട്. പിന്നാലെ വാണിജ്യ തലത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കും. മദർഷിപ്പുകൾ എത്തിയ ശേഷം തുറമുഖത്തിന്റെ ക്ഷമത വിലയിരുത്തിയതിന് ശേഷമായിരിക്കും വാണിജ്യ തലത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കുക. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമായി എത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഗംഭീര സ്വീകരണമാണ് നൽകിയത്. ചൈനയിലെ ഷിയാമിൻ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തെത്തിയ കപ്പലിൽ 2000-ലധികം കണ്ടെയ്നറുകളായിരുന്നു ഉണ്ടായത്. ഇതോടുകൂടി രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം മാറി. മദർഷിപ്പുകളിൽ നിന്ന് മറ്റ് ചെറുകപ്പലുകളിലേക്ക് ചരക്കു നീക്കം നടത്താൻ കഴിയുന്ന തുറമുഖങ്ങളാണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി അറിയപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായി വിഴിഞ്ഞത്തിനുള്ള പ്രാധാന്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. 7700 കോടി രൂപയുടെ പദ്ധതിയാണ് വിഴിഞ്ഞത്ത് ഒരുങ്ങുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം തുറമുഖം. കിലോമീറ്റർ ദൂരം കണക്കാക്കിയാൽ ഏതാണ്ട് 19 കിലോമീറ്റർ മാത്രം ദൂരം. ഡ്രെഡ്ജിംഗ് നടത്താതെ തന്നെ ഏതാണ്ട് 20 മീറ്ററിലധികം സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ഏക തുറമുഖവും വിഴിഞ്ഞമാണ്. ഈ സ്വാഭാവികമായ സാധ്യത ഉപയോഗിച്ച് കൂറ്റൻ കപ്പലുകൾക്ക് ഇവിടെ അടുക്കാൻ സാധിക്കും. ഇസ്രായേൽ സേന അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വിപുലമായ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചു. ജെനിൻ, തുൽക്രം, നാബ്ലൂസ്, ടുബാസ് എന്നീ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടുള്ള നടപടിയിൽ 9 പേരോളം മരിച്ചതായി പലസ്തീൻ ആരോഗ്യ വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേൽ സേന പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രമുഖ പലസ്തീൻ നഗരങ്ങളെയെല്ലാം ലക്ഷ്യമിട്ട് സൈനിക നീക്കം നടത്തുന്നത്. ജെനിൻ, തുൽക്രം എന്നിവിടങ്ങളിൽ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രങ്ങളാണ് പ്രധാന ലക്ഷ്യമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. ഇസ്രായേലിനെതിരെ വെസ്റ്റ് ബാങ്കിൽ പുതിയ യുദ്ധമുന്നണി തുറക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേൽ സൈനിക നീക്കം ഏറ്റുമുട്ടലുകളിൽ കലാശിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഏറ്റുമുട്ടലുണ്ടായി. ജെനിനിലെ ഒരു ആശുപത്രിയിൽ ഇസ്രായേൽ സേന പ്രവേശിച്ചു. നാബ്ലിസിലെ 2 അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് സൈനിക നടപടി. ടുബാസിൽ ഇസ്രായേൽ സേന നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. അതേസമയം 2023 ഒക്ടോബർ 7 തുടങ്ങിയ ആക്രമണത്തിൽ
10 മാസം പിന്നിടുമ്പോൾ ഗസയിൽ 40,476 പലസ്തീനുകളുടെ ജീവൻ നഷ്ടമായെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളും കൊല്ലപ്പെട്ടുവെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആക്രമണത്തിൽ ഇതുവരെ 93,647 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തിറക്കിയത്. അതേസമയം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അടുത്തയാഴ്ച ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന. ഇറാനും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മേഖലാ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ഇതോടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നീക്കം വീണ്ടും സജീവമായത്. ഗസ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കമാണ് തുടരുന്നതെന്നാണ് അമേരിക്ക പറയുന്നത്. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞുവെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. 17 മൃതദേഹങ്ങളും 56 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 73 സാമ്പിളുകളാണ് രക്തബന്ധുക്കളിൽ നിന്നും ശേഖരിച്ച DNA സാമ്പിളുമായി യോജിച്ചത്. ഒരാളുടെ തന്നെ 1-ൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് അവകാശികളില്ലാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സംസ്കരിക്കുന്നതിനും DNA പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും പാലിക്കേണ്ട പ്രോട്ടോകോൾ സംബന്ധിച്ച് സർക്കാർ വ്യക്തമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അവകാശികളില്ലാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകിയാണ് സംസ്കരിച്ചത്. DNA ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാതായ 36 പേരെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിലാസവും മറ്റു വിശദാംശങ്ങളും കൃത്യമായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. DNA പരിശോധനയിൽ തിരിച്ചറിയപ്പെട്ട മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിക്കുന്നതിന് അവകാശികൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ മാനന്തവാടി സബ് കളക്ടർക്ക് അപേക്ഷ നൽകിയാൽ അവ കുഴിമാടങ്ങളിൽ നിന്നും പുറത്തെടുക്കുന്നതിനും കൈമാറുന്നതിനും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് അധികാരം നൽകിയിട്ടുണ്ട്. ശരീരത്തിൽ നിന്നും കണ്ടെടുത്ത ഭൗതിക വസ്തുക്കൾ സംബന്ധിച്ചും ആവശ്യമായ ഉത്തരവുകൾ സബ് കളക്ടർക്ക് പുറപ്പെടുവിക്കാം. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും നിലവിൽ സംസ്കരിച്ച സ്ഥലത്ത് തുടരാൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കൾക്ക് അതിനുള്ള സൗകര്യവും ചെയ്യും. മരിച്ചയാളുടെ പേരും മറ്റു വിശദാംശങ്ങളും ഉപയോഗിച്ച് തിരിച്ചറിയൽ അടയാളങ്ങൾ സ്ഥാപിക്കാൻ ബന്ധുക്കളെ അനുവദിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പശ്ചിമ ബംഗാളിൽ സംഘർഷം ശക്തമാക്കുന്നതിനിടയിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാൾ കത്തിച്ചാൽ അസം, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഡൽഹി സംസ്ഥാനങ്ങൾ കത്തുമെന്നാണ് മമത പറഞ്ഞത്. പ്രധാനമന്ത്രി ബംഗാളിൽ അശാന്തി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾ ബംഗാൾ കത്തിച്ചാൽ അസം, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഡൽഹി എന്നിവയും കത്തുമെന്ന് ഓർക്കണമെന്ന് മമത പറഞ്ഞു. സംസ്ഥാനത്ത് നടന്നുവരുന്ന പ്രക്ഷോഭം ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിന് സമാനമാണെന്നാണ് ചിലർ കരുതുന്നത്. ഞാൻ ബംഗ്ലാദേശിനെ സ്നേഹിക്കുന്നു. അവർ ബംഗാളിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ സംസ്കാരവും സമാനമാണ്. എന്നിരുന്നാലും ബംഗ്ലാദേശ് മറ്റൊരു രാജ്യമാണെന്നും അവർ പറഞ്ഞു. മമതയുടെ പരാമർശത്തിൽ വിമർശനവുമായി BJP രംഗത്തെത്തി. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ദേശവിരുദ്ധ അഭിപ്രായങ്ങൾ പ്രസ്താവിക്കുന്നത് ഉചിതമല്ലെന്നും മമത രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും മമതയ്ക്കെതിരെ രംഗത്തെത്തി. അസമിനെ ഭീഷണിപ്പെടുത്താൻ എങ്ങനെ ധൈര്യമുണ്ടായെന്ന് ചോദിച്ച ശർമ്മ, നിങ്ങളുടെ പരാജയ രാഷ്ട്രീയം കൊണ്ട് ഇന്ത്യയെ തീയിടാൻ ശ്രമിക്കരുതെന്നും ഭിന്നിപ്പിക്കുന്ന ഭാഷ അനുയോജ്യമല്ലെന്നും പറഞ്ഞു. അതിനിടെ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിന്റെ അംഗത്വം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റദ്ദു ചെയ്തു. IMA കൊൽക്കത്ത ബ്രാഞ്ച് വൈസ് പ്രസിഡന്റായിരുന്നു സന്ദീപ് ഘോഷ്. സഹാനുഭൂതിയോടെ വിഷയം കൈകാര്യം ചെയ്യാൻ ഡോക്ടർക്ക് കഴിഞ്ഞില്ലെന്ന് IMA പുറത്തിറക്കിയ കുറിപ്പിൽ പറഞ്ഞു. തന്റെ പ്രവൃത്തികളാൽ ഡോക്ടർ സന്ദീപ് ഘോഷ് തൊഴിലിനെ അപകീർത്തി വരുത്തിയെന്നും അതിനാൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ അച്ചടക്ക സമിതി തീരുമാനിച്ചെന്നും കുറിപ്പിലുണ്ട്. ബംഗാളിലെ ഡോക്ടർമാരുടെ ആരോപണങ്ങളും IMA പരാമർശിച്ചിട്ടുണ്ട്. തെക്കൻ റഷ്യയിലെ റെസ്തോവിൽ എണ്ണ ശേഖരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യുക്രൈന്റെ ഡ്രോൺ ആക്രമണം തുടരുന്നു. റെസ്തോവിലെ കമൻസ്കിയിലുള്ള ഡിപ്പോയിലാണ് തീ പടർന്നത്. ഇവിടെ നിന്ന് 1500 കിലോമീറ്റർ അകലെ കിറോവിലും ആക്രമണം നടന്നു. യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണിത്. കഴിഞ്ഞ 18-നുണ്ടായ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ റെസ്തോവിലെ പ്രൊലെറ്റാർസ്കിലുള്ള എണ്ണ ശേഖരണ കേന്ദ്രത്തിന് തീ പിടിച്ചത് ഇപ്പോഴും അണയ്ക്കാനായിട്ടില്ല. ഈ മാസം ആദ്യം കമൻസ്കിയിലെ മറ്റൊരു എണ്ണ ഡിപ്പോയും ആക്രമിക്കപ്പെട്ടു.
ആർക്കും പരിക്കില്ലെന്ന് റോസ്റ്റോവ് ഗവർണർ അറിയിച്ചു. മേഖലയിൽ 12 ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ സൈന്യം അറിയിച്ചു. അതേസമയം റഷ്യ തിങ്കളാഴ്ച ഉക്രൈന് നേരെ 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ 4 പേരോളം കൊല്ലപ്പെടുകയും ഇതിനോടകം ദുർബലമായ ഊർജ ഡിഗ്രിനെ തകർക്കുകയും ചെയ്തതായി അധികൃതർ അറിയിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ റഷ്യൻ ആക്രമണങ്ങളിലൊന്നിൽ മോസ്കോ കുറഞ്ഞത് 127 മിസൈലുകളും 109 ഡ്രോണുകളും വിക്ഷേപിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചിരുന്നു. ആക്രമണം നടത്താൻ ഉപയോഗിച്ച 102 മിസൈലുകളും 99 ഡ്രോണുകളും വെടിവെച്ചിട്ടതായി ഉക്രൈനിയൻ എയർഫോഴ്സ് കമാൻഡർ മൈക്കോള ഒലേഷ്ചുക് പറഞ്ഞു. US-ഉം ബ്രിട്ടനും ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. US നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് ജോൺ കിർബി ഇതിനെ അതിക്രമമെന്ന് വിളിക്കുകയും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇത് ഭീരുത്വം എന്ന് മുദ്ര കുത്തുകയും ചെയ്തു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് ഉറപ്പു നൽകി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും തിരച്ചിൽ തുടരുമെന്നും അദ്ദേഹം അർജുന്റെ കുടുംബത്തിന് ഉറപ്പു നൽകി. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, MK രാഘവൻ MP, മഞ്ചേശ്വരം MLA MKM അഷറഫ്, കാർവാർ MLA സതീഷ് സെയിൽ എന്നിവരാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. ഡ്രഡ്ജർ കൊണ്ടുവന്ന് എത്രയും വേഗം തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഗംഗാവലി പുഴയിൽ മണ്ണടിഞ്ഞതിനാൽ ഡ്രഡ്ജിംഗ് നടത്താതെ തിരച്ചിൽ സാധ്യമാകില്ല. ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും സംഘം കാണും. കൂടിക്കാഴ്ചയിൽ സംതൃപ്തിയുണ്ടെന്നും ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് ഉറപ്പ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ജിതിൻ പറഞ്ഞു. ഒഴുക്കിലും മണ്ണിളക്കി പരിശോധിക്കാവുന്ന ഡ്രഡ്ജറാണ് ഗോവയിൽ നിന്ന് എത്തിക്കുന്നത്. 1 കോടിയോളം രൂപയാണ് ഡ്രഡ്ജറിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. അങ്കോളയിലെ ഷിരൂരിൽ ദേശീയപാതയിൽ ജൂലൈ 16-നാണ് മണ്ണിടിച്ചിലുണ്ടാവുകയും അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതാവുകയും ചെയ്തത്. റോഡിൽ ലോറി പാർക്ക് ചെയ്തെന്ന് കരുതപ്പെടുന്ന മണ്ണിടിഞ്ഞു വീണ ഭാഗത്തെ 98% മണ്ണും മാറിക്കഴിഞ്ഞെന്നാണ് അധികൃതർ അറിയിച്ചത്. 2ാം ഘട്ട തെരച്ചിലിൽ വെള്ളത്തിനടിയിൽ നിന്ന് ലോറിയുടെ ചില ഭാഗങ്ങൾ കണ്ടെത്താനും സാധിച്ചിരുന്നു. അതേസമയം അർജുൻ ഉൾപ്പെടെ 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പാലക്കാട് ഉൾപ്പെടെ രാജ്യത്ത് പുതിയ 12 ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ ഇടനാഴിയുമായി ബന്ധിപ്പിച്ചാണ് പുതിയ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ തുടങ്ങുക. പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി 3806 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. 3 റെയിൽവേ ഇടനാഴികൾക്കും കേന്ദ്രമന്ത്രിസഭ യോഗം അംഗീകാരം നൽകി. ആകെ 28,602 കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകരിച്ചത്. പാലക്കാട് നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ 1710 ഏക്കർ ഭൂമിയിലാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുക. 8,729 കോടിയുടെ നിക്ഷേപവും 51,000 പേർക്ക് തൊഴിലുമാണ് പ്രതീക്ഷിക്കുന്നത്. റബ്ബർ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഔഷധ നിർമ്മാണത്തിനായുള്ള രാസവസ്തുക്കൾ, സസ്യോൽപ്പന്നങ്ങൾ, ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ഹൈടെക് വ്യവസായം എന്നീ മേഖലകൾക്കാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകുക. ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾക്കും സസ്യോൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഏക വ്യവസായ സ്മാർട്ട് സിറ്റിയാണ് പാലക്കാട് വരിക. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മാർഗങ്ങളും കൊച്ചി തുറമുഖവും അധികം അകലെയല്ലാതെയുള്ളതും പാലക്കാടിന് അനുകൂല ഘടകമാണ്. പാലക്കാട് ഉൾപ്പെടെ 12 പുതിയ വ്യവസായ സ്മാർട്ട് സിറ്റികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് വാർത്താ സമ്മേളനത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചത്. ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിയുടെ ഭാഗമായാണ് ഗ്രീൻഫീൽഡ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുക. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.